അനിലേട്ടാ, 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു മഹാമേളയാണ് കുംഭമേള. അപ്പോൾ ഇതാ നാളെ കുംഭമേള തുടങ്ങുകയാണ് പ്രയാഗ്രാജിൽ. നമ്മുടെ ചരിത്രാതീത കാലം മുതലേ അനുഷ്ഠിച്ചു പോരുന്ന ഒരു സനാതന ധർമ്മ ആചാരമാണ്, അനുഷ്ഠാനമാണ്, സർവോപരി ഒരു ആഘോഷവും കൂടിയാണ്. മാത്രമല്ല, അതിനകത്ത് ഹിന്ദുക്കളെ സംബന്ധിക്കുന്ന, സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. അവിടെ ചില തീരുമാനങ്ങൾ എടുക്കും. സന്യാസി സഭയുണ്ട്, മറ്റു പല സംഘടനകളും അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. അവരുടെ എല്ലാം യോഗങ്ങൾ നടക്കാറുണ്ട്. അതിനകത്ത് അവിടെ ചില സുപ്രധാനമായ തീരുമാനങ്ങൾ വരും. പലതും അങ്ങേക്ക് അറിയാമല്ലോ. ഇപ്പോൾ നാളെ ആരംഭിക്കാൻ പോകുന്ന ഈ മഹാകുംഭമേള എന്താണ്, അതിനകത്തുള്ള ഹിന്ദുത്വ രാഷ്ട്രീയം എന്താണ്, ഒന്ന് വിവരിക്കാമോ ഇക്കാര്യം? അതെ, തീർച്ചയായിട്ടും. ഏകദേശം 180 കോടി ജനങ്ങളാണ് ഇന്ന് ഭാരതത്തിൽ അധിവസിക്കുന്നത് വിശ്വസിക്കുന്നു. അതിന്റെ ഏകദേശം ഒരു 1/4 അല്ലെങ്കിൽ ഏകദേശം ഒരു 30% ജനങ്ങളും ഒരു പ്രത്യേക പരിപാടിക്ക് വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടുക എന്ന് പറഞ്ഞാൽ ലോകത്തെങ്ങും കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. ഏകദേശം 40 കോടി ജനങ്ങളെയാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രയാഗ്രാജിൽ പ്രതീക്ഷിക്കുന്നത്. അത്ര വലിയൊരു സംഭവമാണ്. ഭാരതത്തിലെ സനാതനധർമ്മ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് കുംഭമേളകൾ. നമുക്കറിയാമല്ലോ, പ്രയാഗ്രാജ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അതാത് കാലത്തുള്ള ഈ കുംഭമേളകൾ നടക്കുന്നത്. ഇത്തവണത്തെ മഹാകുംഭമേളയാണ്. വളരെ അപൂർവമായ ചടങ്ങുകളും പ്രത്യേകതകളുമുള്ള, നാളെ തുടങ്ങി ശിവരാത്രി വരെ നീണ്ടു നിൽക്കുന്ന 45-46 ദിവസക്കാലത്തെ വ്യത്യസ്തമായ സ്നാനങ്ങൾ. ആ സ്നാനങ്ങളോ അതിന്റെ ചടങ്ങുകളോ അല്ല നമ്മുടെ ഈ ചർച്ചാ വിഷയം. തീർച്ചയായിട്ടും അതിന്റെ പിറകിലുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രീയമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് BJP രാഷ്ട്രീയമെന്നോ സംഘപരിവാർ രാഷ്ട്രീയമെന്നോ ഒന്നും അതിനർത്ഥമില്ല. സനാതന ധർമ്മമാണ് ഈ ഹിന്ദു മതം എന്ന് പറയുന്നത്. ആ സനാതന ധർമ്മം എന്ന് തുടങ്ങിയെന്നോ ആര് തുടങ്ങിയെന്നോ ഒന്നും പറയാനൊക്കത്തില്ല. പക്ഷേ അത് നിത്യനൂതനമാണ്. അതാത് കാലത്ത് ആ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കാൻ ഹിന്ദുമതം ഒരു കാലത്തും മടി കാട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഈ മതത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രസക്തി ബാക്കി മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ നോക്കേണ്ടതുണ്ട്. 12 വർഷം കൂടുമ്പോൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രകൃതിയുടെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ, ഹിന്ദുമതത്തിന് ആവശ്യമായ നവീകരണ പ്രക്രിയകൾ, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വേദിയാണ് കുംഭമേള വേദികൾ. നമ്മൾ നോക്കണം, ഈ പാർലമെന്റ് സംവിധാനമൊക്കെ വരുന്നതിന് മുമ്പ് എത്രയോ ശാസ്ത്രീയമായ രീതിയിൽ സന്യാസി സമൂഹം ഇക്കാര്യത്തിലൊക്കെ താല്പര്യം കാണിച്ച് ഒത്തുകൂടുന്നു. അവർ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അവരെടുക്കുന്ന തീരുമാനങ്ങൾ സമൂഹം അംഗീകരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇത് അതാത് കാലത്തെ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ രാജാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. AD 644 രാജാ ശ്രീഹർഷയുടെ കാലത്ത് വരെ ഇത് വളരെ കൃത്യമായ രീതിയിൽ നടന്നിട്ടുള്ളതായി രേഖകൾ കാണുന്നുണ്ട്. അതിനുശേഷം ഇസ്ലാമിക മുഗൾ ആധിപത്യമായപ്പോഴേക്കും, ബ്രിട്ടീഷ് ഭരണകാലമായപ്പോഴേക്കും ഈ സന്യാസി കൂട്ടായ്മയെ പല രീതിയിലും ഈ ശക്തികൾ ഇല്ലാതാക്കി. ഒന്നിച്ച് സ്നാനം ചെയ്യാൻ അനുവാദം കൊടുക്കും, പക്ഷെ ഒന്നിച്ചു കൂടി തീരുമാനങ്ങൾ എടുക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നില്ല. നമുക്കറിയാം, ജസിയ എന്ന് പറയുന്ന നികുതി ഉണ്ടായിരുന്നു ഇസ്ലാമിക ഭരണകാലത്ത്, മുഗൾ രാജവംശത്തിന്റെ കാലത്ത്. അതേപോലെ തന്നെ ഈ സ്നാനം ചെയ്യുന്ന വ്യക്തികളൊക്കെ 1 രൂപ നികുതി കൊടുക്കേണ്ടിയിരുന്ന ഒരു കാലഘട്ടം 1806 ഉണ്ടായിരുന്നതായിട്ട് ഫാനി പാർക്സ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു വിദേശ സഞ്ചാരി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1 രൂപ നികുതി കൊടുക്കണം. അക്കാലത്തെയാണ്, ഓർക്കണം, ഇന്നത്തെ 1 രൂപയല്ല. 1806 1 രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അങ്ങനെ സന്യാസി സമ്മേളനങ്ങൾ ഇല്ലാതായി മാറി, തീരുമാനങ്ങൾ എടുക്കാതായി മാറി. പക്ഷെ അതിനുശേഷം വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ആഗോള ഹൈന്ദവ പ്രസ്ഥാനം 1964 ജന്മാഷ്ടമി ദിനമാണ് രൂപം കൊണ്ടത്. ബോംബെയിലെ സന്ദീപനി ആശ്രമത്തിൽ ചിന്മയാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ഗുരുജി ഗോൾവാൾക്കറുടെ നേതൃത്വത്തിലൊക്കെയാണ് ആരംഭിച്ചത്. അതിനുശേഷം കൃത്യമായ രീതിയിൽ നടന്നിട്ടുള്ള എല്ലാ കുംഭമേളകളിലും ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാറ്റം വരുത്തുന്ന ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുംഭമേളകളുടെ സവിശേഷത. ആദ്യമായി നടന്ന 1966 അന്ന് 12ഓളം രാഷ്ട്രങ്ങളിൽ നിന്ന് 25,000 ക്ഷണിതാക്കൾ ആ യോഗത്തിൽ പങ്കെടുത്തു. എന്തായിരുന്നു അന്നെടുത്ത തീരുമാനം? മതം വിട്ടുപോയ വ്യക്തികൾ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരണം. കർവാപ്പസിയുടെ ആദ്യ ആഹ്വാനം നടന്ന യോഗങ്ങളിൽ ഒന്നായിരുന്നു 66 പ്രയാഗയിൽ തന്നെ നടന്ന 1ാം ഹിന്ദു മഹാസമ്മേളനം. അതിനെ തുടർന്ന് ഏകദേശം 15 ലക്ഷത്തോളം ആൾക്കാർ തിരികെ അവരുടെ സനാതന ധർമ്മത്തിലേക്ക് തിരികെ വന്നു. അതുവരെ നിലനിന്നിരുന്ന ഒരു പ്രബലമായ വിശ്വാസമായിരുന്നു ഈ ഹിന്ദുക്കളായിട്ടുള്ള ഒരു കപ്പൽ യാത്ര ചെയ്യരുത്, കടൽ കടന്നു പോകരുത്. മുമ്പൊക്കെ ചിലർ പോയിട്ടുണ്ട്.
അതുകൊണ്ട് പറ്റിയ എന്താണ്, ഈ വിദേശത്തേക്ക് താമസം മാറിയ സനാതനധർമ്മ വിശ്വാസികൾക്ക് ആചാര്യന്മാരില്ലാതായി, സംസ്കൃത ഭാഷ വ്യാപനമില്ലാതായി, അവരുടെ പൂജാരിമാരില്ലാതായി. അതിനും പരിഹാരം തീരുമാനമെടുത്തത് ഈ 1966 പ്രയാഗയിലെ കുംഭമേളയാണ്. അതിനെ തുടർന്ന് പല കുംഭമേളകളിലും ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറിയിട്ടുണ്ട്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ചിതാഭസ്മവും ഏറ്റിക്കൊണ്ട് ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുള്ള ഒരു കുംഭമേളയിലെ ചടങ്ങുകളുണ്ട്. അന്ന് ടി വി പോലുള്ള മാധ്യമങ്ങളില്ല. ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനവും അപ്രകാരം ഒരു കുംഭമേളയിൽ കൂടിയായിരുന്നു. നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനേക്കാളൊക്കെ ഏറ്റവും പ്രത്യേകതയുള്ളത് ഈ 66 കുംഭമേളയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് ശ്യാമപ്രസാദ് മുഖർജിയുടെ സഹോദരനായിരുന്ന ശ്രീ രാമപ്രസാദ് മുഖർജിയായിരുന്നു. അദ്ദേഹം കൽക്കട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി. വിശ്വനാഥ് ശർമ്മ UP-യിലെ ഗവർണർ, അതുപോലെ തന്നെ നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ തുളസി ഗിരി എന്ന് പറയുന്ന വ്യക്തി, ഇവരൊക്കെ പങ്കെടുത്ത വലിയ സംഭവമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ഗുരുജി ഗോൾവാൾക്കറാണ്. നമ്മൾ അതൊക്കെ വിട്ടിട്ട് നമുക്ക് 1989 പ്രയാഗയിൽ നടന്ന കുംഭമേളയിലേക്ക് വരുമ്പോൾ ഈ ഭാരതത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എപ്രകാരം മാറി നമ്മൾ നോക്കാം. ഞാൻ പറയാം. 1989 മുമ്പ് ഭാരതത്തിലെ അയോധ്യ അല്ലെങ്കിൽ ഫൈസാബാദ് അല്ലെങ്കിൽ ഉത്തർപ്രദേശ് തുടങ്ങിയ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു വിഷയമായിരുന്നു അയോധ്യ വിഷയം. അയോധ്യയിലെ തർക്കസ്ഥലം വീണ്ടെടുത്ത് ശ്രീരാമക്ഷേത്രം പുനർനിർമ്മിക്കണമെന്നുള്ള വിഷയം ഒരു പ്രാദേശികമായ പ്രശ്നം മാത്രമായിരുന്നു 89 മുമ്പ്. പക്ഷെ 89 ഈ പ്രയാഗയിൽ തന്നെ നടന്ന ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ, സന്യാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിലാണ് അയോധ്യ വിഷയം ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കത്തക്ക രീതിയിൽ കൊണ്ടുപോകണമെന്ന് തീരുമാനമെടുത്തതും ശ്രീരാമ ശിലാ പൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ കൂടി ഭാരതമെമ്പാടും ഈ ഹിന്ദുത്വ ബോധത്തിന്റെ അല്ലെങ്കിൽ ആ ഹിന്ദുത്വ ബോധ പ്രക്രിയയെ ഉണർത്താൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചതും 89 ഹിന്ദുവേളയോടുകൂടിയാണ്, അല്ലെ ഈ കുംഭമേളയോടുകൂടിയാണ്. അതാണ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മളൊക്കെ പറയുന്നുണ്ട് എവിടെയാണ് കുംഭമേള നടക്കുന്നതെന്ന് ചോദിച്ചാൽ കൊച്ചു കുട്ടികൾ പോലും പറയുന്ന ഉത്തരം എന്താണ്? പ്രയാഗ്രാജിലാണ്. പക്ഷെ ഈ പ്രയാഗ്രാജ് എന്ന വാക്ക് അലഹബാദ് ആയിരുന്നു കുറെ കാലം മുമ്പ് വരെ ഈ പേര്. 89 ഈ സന്യാസി സംഗമത്തിലെ തീരുമാനമാണ് അലഹബാദിന്റെ പേര് പ്രയാഗ്രാജ് ആക്കി മാറ്റണമെന്നുള്ളത്. അതേ തുടർന്ന് നിരവധിയായ ഇസ്ലാമിക പ്രതീകമുള്ള സ്ഥലങ്ങളുടെ പേരുകള് ഉത്തരേന്ത്യയിൽ വ്യാപകമായി പഴയ പുരാതന പേരുകളിലേക്ക് പോയി. അലഹബാദ് പ്രയാഗ്രാജായി മാറാൻ തീരുമാനമെടുത്തത് 89 കുംഭമേളയാണ്. അങ്ങനെ നിരവധിയായ സജീവ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് ചർച്ചയായതും തീരുമാനങ്ങൾ എടുത്തതും രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ചില ചിത്രങ്ങൾ അവശേഷിപ്പിച്ചതും ഈ കുംഭമേളകൾക്ക് വളരെ വലിയ പങ്കുണ്ട്. നിസ്സാരമല്ല. ഇത്തവണയും അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കാം. നമുക്ക് കാത്തിരുന്ന് കാണാം. വിശ്വ ഹിന്ദു വർഷത്തിന്റെ ദേശീയ ബൈഠക്കും അതോടനുബന്ധിച്ച് അവിടെ തന്നെ നടക്കുകയാണ് ഇത്തവണ. ഞാൻ മുമ്പ് കേട്ടിട്ടുള്ളത് ഇത് ഒരു 12 വർഷം കൂടുമ്പോൾ, അതായത് ഒരു വ്യാഴവട്ടത്തിൽ ഒരിക്കലാണ് ഈ മഹാകുംഭമേള നടക്കുന്നത്. 4 വർഷം കൂടുമ്പോൾ ചെറിയ കുംഭമേളകൾ നടക്കാറുണ്ട്. 6 വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേള. അങ്ങനെയാണ് അതിന്റെ കണക്ക്. പണ്ട് ഞാൻ ഒരിടത്ത് വായിച്ചതാണ്, ഈ കുംഭമേളയിലാണ് അടുത്ത 12 വർഷത്തേക്കുള്ള കലണ്ടർ തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മുടെ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും അതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളും എല്ലാം തയ്യാറാക്കിയിരുന്നത് ഈ മഹാകുംഭമേളയിൽ 12 വർഷത്തിൽ ഒരിക്കൽ കൂടുന്ന എന്താ പറയാ അനുഗ്രഹീത മുഹൂർത്തത്തിലാണ് ഇതൊക്കെ അന്ന് നമ്മൾ ആസൂത്രണം ചെയ്തിരുന്നത് എന്ന് വായിച്ചു. ഞാൻ അത് തന്നെയാണ് ആദ്യമേ സൂചിപ്പിച്ചത്. പ്രകൃതിയുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നത്, പ്രകൃതിയുടെ മാറ്റങ്ങളാണല്ലോ കലണ്ടർ എന്ന് പറയുന്നത്. പ്രകൃതിയുടെ മാറ്റങ്ങൾ, മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, ഹൈന്ദവ സമൂഹം നേരിടുന്ന വെല്ലുവിളി, ഇതൊക്കെ ചിന്തിച്ച് അവർ കലണ്ടർ പ്ലാൻ ചെയ്യും. അതായിരുന്നു സത്യമാണത്. വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് ഇതൊക്കെ നടന്നത്. തീർച്ചയായിട്ടും. എൻ്റെ ചോദ്യം, നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഈ ചർച്ച അവസാനിപ്പിക്കാം. അങ്ങേക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ഈ വരുന്ന കുംഭമേളയിൽ എന്തെങ്കിലും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ? നേരത്തെ അങ്ങ് 89 കാര്യം പറഞ്ഞു, അതുപോലെ മറ്റു പല വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ജനതയെ സ്വാധീനിക്കുന്ന, നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടുന്ന എന്തെങ്കിലും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ? അത്തരം ചർച്ചകൾ വല്ലതും നടക്കുന്നുണ്ടോ ഇത്തവണത്തെ ഈ മഹാകുംഭമേളയിൽ നടക്കുന്ന സന്ത് സമ്മേളനങ്ങൾ, അല്ലെ മാർഗദർശക് മണ്ഡൽ, സന്യാസി സമൂഹത്തിന്റെ സമ്മേളനങ്ങളാണ് പ്രധാനമായിട്ടും ഈ നമ്മുടെ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നത്. പല പ്രമേയങ്ങളും രാജ്യത്ത് പലതവണ അവതരിപ്പിച്ചിട്ടുണ്ട്. കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടതൊക്കെ തന്നെ നമുക്കറിയാം. ഇത്തവണ ഈ കുംഭമേള വരുമ്പോൾ തന്നെ ചില ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുംഭമേള നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മറ്റേ വഖഫിന്റെ സ്ഥലമാണ് പറഞ്ഞു കഴിഞ്ഞു.
തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രമേയം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാം. വഖഫിന്റെ ആ നിയമ ഭേദഗതി ഉടനടനെ നടപ്പാക്കണമെന്നുള്ള കാര്യം ചിലപ്പോൾ എനിക്കറിയില്ല അതിനെപ്പറ്റി. ഉവ്വ. ഏതൊക്കെ പ്രമേയങ്ങളാണ് വരുന്നതിനെ പറ്റി ധാരണയില്ല. പക്ഷെ അത്തരത്തിൽ സമകാലീന പ്രസക്തിയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാം. അത് ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വരുന്ന ആളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം വളരെ വലിയൊരു സംവിധാനത്തിൽ കൂടെയാണ് ഈ നടക്കാൻ പോകുന്ന യോഗങ്ങള്, മീറ്റിങ്ങുകള്, അതിന്റെ സാമ്പത്തിക വശങ്ങൾ, എത്ര കോടി രൂപയുടെ ബഡ്ജറ്റിംഗ് ഒരു ജില്ല പോലും ആക്കി മാറ്റി ആ സ്ഥലം. അതെ. വളരെ വ്യക്തമായ പ്ലാനിങ്ങും കാഴ്ചപ്പാടും ഉണ്ടാകും. അവിടെ ജാതിയില്ല, പ്രാദേശിക വ്യത്യാസമില്ല, വർഗ വ്യത്യാസമില്ല, വയസ്സ് വ്യത്യാസമില്ല. എല്ലാവരുടെ കൂടിയെടുക്കുന്ന തീരുമാനത്തിന് ഒരു ആധ്യാത്മിക പശ്ചാത്തലം കൂടെ കൊടുക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് അത് നിർണായകമാണ്. സ്വയം സനാതന ധർമ്മിയാണെന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും മഹാകുംഭമേളയുടെ ഭാഗമാകാം. അതിന് അതിർവരമ്പുകളില്ല, അതിന് വേലിക്കെട്ടുകളില്ല, അവിടെ അസ്പൃശ്യതയില്ല. എന്തായാലും അതെ. മഹാകുംഭമേളയെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവച്ചതിൽ നന്ദി. നമസ്കാരം.